ലഹരി വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപക പരിശോധനയുമായി പോലീസും എക്സൈസും. പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ സംസ്ഥാനത്ത് ഇതുവരെ പിടികൂടിയത് 7307 പേരെയാണ്. നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയുമാണ് ലഹരിവേട്ട തുടരുന്നത്. ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ റേഞ്ച് NDPS കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് നടപ്പാക്കുന്നത്. സംസ്ഥാന വ്യാപകമായി 70,277 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 7038 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 7307 പേരെ അറസ്റ്റ് ചെയ്തു. 3.952 കിലോ MDMA, 461.523 കിലോ കഞ്ചാവ്, 5132 എണ്ണം കഞ്ചാവ് ബീഡികളും പിടികൂടി. കൊച്ചി നഗരത്തിൽ പോലീസിന്റെ വ്യാപക പരിശോധനയിൽ കുടുങ്ങിയത് 250-ലേറെ പേരാണ്. ലഹരി മരുന്ന് കൈവശം വെച്ച 36 പേർ പിടിയിലായി. മദ്യപിച്ചു വാഹനമോടിച്ച 151 പേർ പരിശോധനയിൽ കുടുങ്ങി. ലഹരി മരുന്നിനായി ഡോക്ടറുടെ വ്യാജ കുറിപ്പടി ഉണ്ടാക്കിയ പറവൂർ സ്വദേശികളായ 2 പേർ കൊച്ചിയിൽ പിടിയിലായി. സ്ഥിരമായി ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ 47 ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയാണ് കോഴിക്കോട് ജില്ലയിൽ എക്സൈസ് പുറത്തുവിട്ടത്. എൻഫോഴ്സ്മെന്റ് ശക്തമാക്കുന്നതോടൊപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികളും നമ്മളിപ്പോൾ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ധാരണകളുണ്ട്. അതിൽ ഈ ഹോട്ട്സ്പോട്ടുകളായ പ്രദേശത്ത് തന്നെ ഈ അടുത്ത 3 ദിവസത്തിനുള്ളിൽ ജാഗ്രതാ സമിതികൾ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലുള്ള അതിനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. അതിൻ്റെ നീക്കങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 516 പരിശോധന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തി. ഇതിൽ 15 എണ്ണം പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയതാണ്. 57 NDPS കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് ബ്യൂറോ 24.